ഇറാനിലേക്കുള്ള അമേരിക്കയുടെ യുദ്ധത്തിന്റെ നിർണായകമായ രഹസ്യങ്ങൾ പുറത്തുവരുന്നു. ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളിൽ മാത്രമല്ല, ഇറാന്റെ ആയുധശാലകളിലേക്ക്, ഇറാന്റെ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക്, ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്താനാണ് അമേരിക്കയുടെ നീക്കം. ഇറാനെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുക, അതാണ് ആക്രമണത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. കേവലം ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയോ ആണവ നിർമ്മാണ കേന്ദ്രങ്ങളെയോ മാത്രമല്ല അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഒരാക്രമണം ഉണ്ടായാൽ സമ്പൂർണമായും ഇറാനെ നിരായുധീകരിക്കുക, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക, ഇറാന്റെ ഡിഫൻസ് സിസ്റ്റത്തെ മുഴുവൻ തകർക്കുക, ഇറാന്റെ ഡ്രോൺ ഫാക്ടറികളെ തകർക്കുക, ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ തകർക്കുക, ഇറാൻ പ്രാന്തപ്രദേശങ്ങളിലും പർവ്വതത്തിന്റെ താഴ്വരകളിലും ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ആയുധ ശേഖരങ്ങളെ തകർക്കുക. അങ്ങനെ സായുധപരമായി ഇറാനെ നിർവീര്യമാക്കാനുള്ള ആക്രമണമാണ് അമേരിക്ക തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ യുദ്ധം ആരംഭിച്ചാൽ അമേരിക്ക മാരകമായ നരകതുല്യമായ ആക്രമണമായിരിക്കും ഇറാനിൽ നടത്തുക എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒരു മുൻ US സൈനിക കമാൻഡർ നടത്തിയ ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണ പദ്ധതി സംബന്ധിച്ച ചില സൂചനകളാണ് പുറത്തു വരുന്നത്. കേവലം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, ആണവ പദ്ധതികളിൽ ആക്രമണം നടത്തി ഈ യുദ്ധം അമേരിക്ക അവസാനിപ്പിക്കില്ല. അമേരിക്കയുടെ ലക്ഷ്യം അതുമാത്രവുമല്ല. അമേരിക്കയുടെ ലക്ഷ്യം ഇറാൻ എന്ന രാജ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. ആ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കുക, ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സായുധ ശേഖരത്തെ വലിയ തോതിൽ നശിപ്പിക്കുക. സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങൾ ഇറാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൻതോതിലുള്ള ആയുധങ്ങൾ കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ഇറാൻ നിർമ്മിച്ചു കൂട്ടിയിരിക്കുന്നു. ഉത്തര കൊറിയയിൽ നിന്ന്, റഷ്യയിൽ നിന്നൊക്കെ വൻതോതിലുള്ള ആയുധങ്ങളും മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും അടക്കമുള്ള ആയുധ ശേഖരം ഇറാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ സമ്പൂർണമായി നശിപ്പിക്കുക. കാരണം ഇറാന്റെ പക്കലുള്ള ആയുധങ്ങൾ എല്ലാ കാലത്തും ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. സിറിയയിലെ ആയുധങ്ങൾ എങ്ങനെയാണോ അസദ് ഭരണകൂടം നിലംപതിച്ച ശേഷം സിറിയയിലെ ആയുധ ശേഖരങ്ങൾ, ആയുധ കൂമ്പാരങ്ങൾ എങ്ങനെയാണോ ഇസ്രായേൽ നശിപ്പിച്ചത്, അതിന് സമാനമായി ഇറാനിൽ തുടരാക്രമണം നടത്തുക, ഇറാന്റെ ആയുധ ശേഖരത്തെ സമ്പൂർണമായി ഇല്ലാതാക്കുക. എങ്കിൽ മാത്രമേ ഇറാനെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ പലതവണ ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് ഇറാനിലേക്കൊരു സൈനിക നടപടി അമേരിക്ക തീരുമാനിച്ചത്, ട്രംപ് തീരുമാനിച്ചത്. ഈ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രയാകുമെന്നുള്ളത് അമേരിക്കയുടെ മുന്നൊരുക്കങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. ഇറാന്റെ ചുറ്റുമുള്ള 10 മിലിറ്ററി ബേസുകൾ, ആ 10 മിലിറ്ററി ബേസുകളിലേക്കും വൻതോതിലുള്ള ഫൈറ്റർ ജെറ്റുകളുടെയും വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധമായ സ്റ്റെൽത്ത് ബോംബറുകൾ, B-2 ബോംബറുകൾ, റഡാറുകളെ പോലും കബളിപ്പിക്കാൻ ശേഷിയുള്ള, എത്ര ദൂരം വേണോ പോയി ആക്രമണം നടത്തി തിരിച്ചു വരാൻ ശേഷിയുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയ ബോംബർ ജെറ്റുകളായ B-2 ബോംബർ ജെറ്റുകൾ, ആ B-2 ബോംബർ ജെറ്റുകളിൽ 6 എണ്ണമാണ് ഇപ്പോൾ ഇറാന് ചുറ്റും അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ അമേരിക്ക നടത്താൻ പോകുന്ന യുദ്ധത്തിൻ്റെ വ്യാപ്തി, കാഠിന്യം എത്രയെന്ന് നമുക്ക് ബോധ്യപ്പെടും. കേവലം ചെറിയൊരു യുദ്ധമല്ല അമേരിക്ക ആഗ്രഹിക്കുന്നത്. അമേരിക്ക വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ആണവ കരാറിൽ ഏർപ്പെടൂ, നിങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയൂ, നിങ്ങൾ ലോകത്തിൻ്റെ ആവശ്യത്തെ അംഗീകരിക്കും. അമേരിക്ക മാത്രമല്ല ഇറാനെതിരെ ഇത് ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി അടക്കം ഇറാന്റെ ആണവ നിർമ്മാണത്തിൽ ആശങ്കാകുലരാണ്. അപ്പോൾ അത്തരമൊരു ആവശ്യം ലോകരാജ്യങ്ങൾ മുഴുവൻ ഉന്നയിക്കുമ്പോൾ, അമേരിക്ക ഉന്നയിക്കുമ്പോൾ, ഇസ്രായേൽ ഉന്നയിക്കുമ്പോൾ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് ഇറാൻ അതിനെ തള്ളിക്കറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുക? അതുമാത്രവുമല്ല, ഇറാനെ പോലെ ഇസ്ലാമിക ഭീകരത തലയ്ക്ക് പിടിച്ച ഒരു രാജ്യത്തിന്, മതഭീകരത തലയ്ക്ക് പിടിച്ച ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധം ലഭിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതി ഭയാനകമായിരിക്കും. അത് സ്ഥാനത്തും അസ്ഥാനത്തും വേണമെങ്കിൽ ഇറാൻ ഉപയോഗിക്കും. അത് ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കും. ലോകത്തിലെ ജനങ്ങൾക്ക് അത് വലിയ ഭീഷണിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കുക, അതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് അമേരിക്ക നടത്താൻ പോകുന്നത് ചെറിയ ആക്രമണമോ 1-2 മിസൈലുകൾ അയച്ച ശേഷം പിൻവാങ്ങുകയോ അല്ല, സമ്പൂർണമായി ഇറാന്റെ ആയുധ കേന്ദ്രങ്ങൾ തകർക്കും.
സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങൾ ഇറാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൻതോതിലുള്ള ആയുധങ്ങൾ കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ഇറാൻ നിർമ്മിച്ചു കൂട്ടിയിരിക്കുന്നു. ഉത്തര കൊറിയയിൽ നിന്ന്, റഷ്യയിൽ നിന്നൊക്കെ വൻതോതിലുള്ള ആയുധങ്ങളും മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും അടക്കമുള്ള ആയുധ ശേഖരം ഇറാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ സമ്പൂർണമായി നശിപ്പിക്കുക. കാരണം ഇറാന്റെ പക്കലുള്ള ആയുധങ്ങൾ എല്ലാ കാലത്തും ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. സിറിയയിലെ ആയുധങ്ങൾ എങ്ങനെയാണോ അസദ് ഭരണകൂടം നിലംപതിച്ച ശേഷം സിറിയയിലെ ആയുധ ശേഖരങ്ങൾ, ആയുധ കൂമ്പാരങ്ങൾ എങ്ങനെയാണോ ഇസ്രായേൽ നശിപ്പിച്ചത്, അതിന് സമാനമായി ഇറാനിൽ തുടരാക്രമണം നടത്തുക. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇറാന്റെ പല മേഖലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന ആയുധ പുരകൾ ഒന്നാകെ കത്തിക്കും, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഒന്നാകെ തകർക്കും. അങ്ങനെ ഇറാന്റെ പക്കലുള്ള ആയുധ ശേഖരം മുഴുവൻ ഇല്ലാതാക്കിയ ശേഷം മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയുള്ളൂ. അമേരിക്ക അത്രത്തോളം കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാന്റെ ആണവ ആയുധങ്ങളെയും ഇറാന്റെ മിസൈൽ ഫെസിലിറ്റിയെയും ഇറാന്റെ ഡിഫൻസ് സിസ്റ്റത്തെയും ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും എല്ലാം തകർക്കുന്ന അതിഭീകരമായ ആക്രമണത്തിന് അമേരിക്ക ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പിന്തുണയുണ്ടാകും. ഒരു വശത്ത് നിന്ന് അമേരിക്ക അടിച്ചു കയറുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഇറാനെ തീർക്കും. കാരണം ഇറാന്റെ ചതി ഒരിക്കൽ കൂടി ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിക്ക് പിന്നിലെ ശക്തി, അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇറാനാണെന്ന് ഇപ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു. $500 ബില്യൺ ഇസ്രായേലിനെ തീർക്കാൻ, ഇസ്രായേലിനെ ചാരമാക്കാൻ വേണ്ടി ഇറാൻ ഹമാസിന് നൽകിയത്. ഇറാനിൽ നിന്നുള്ള പണം വാങ്ങി, ഇറാനിൽ നിന്നുള്ള ആയുധം വാങ്ങിക്കൊണ്ടാണ് ഇസ്രായേലിന് നേരെ മിന്നലാക്രമണം, ഭീകരാക്രമണം ഹമാസ് നടത്തിയത്. ഇതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തെ, കൊടും ചതി ചെയ്ത രാജ്യത്തെ തീർക്കാനുള്ള പകയാണ് ഇസ്രായേലിൻ്റെ പക്കലുള്ളത്. അതുകൂടി ചേരുമ്പോൾ, US-ഉം ഇസ്രായേലും ചേരുമ്പോൾ ഇറാൻ തീരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം ഇറാൻ നിലവിളിക്കുകയാണ്, ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയില്ല, അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ല. ഇസ്രായേലിനെയും അമേരിക്കയും വെല്ലുവിളിച്ചപ്പോൾ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ഇറാൻ കരുതി. എന്നാൽ റഷ്യ പോലും പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയത്തുള്ള അലി ഖമേനി ലോകത്തുള്ള ഇസ്ലാമിക അറബ് രാജ്യങ്ങളോടെല്ലാം തന്നെ പറഞ്ഞു, നിങ്ങൾ അമേരിക്കയെ വെറുക്കുക, നിങ്ങൾ അമേരിക്കയുമായി സഹകരിക്കരുത്, നിങ്ങൾ ഇറാന് പിന്തുണ നൽകുക, നിങ്ങൾ ആയുധങ്ങളും സാമ്പത്തികവുമായി ഇറാന്റെ പിന്നിൽ അണിനിരക്കുക. ഇത് വിശുദ്ധമായ യുദ്ധമാണ്, അമേരിക്കയും ഇസ്രായേലിനെയും തീർക്കാനുള്ള സുവർണാവസരമാണെന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. എന്നാൽ ഒരൊറ്റ ഇസ്ലാമിക രാജ്യം പോലും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി വന്നില്ല, ഇറാന് പിന്തുണയുമായി വന്നില്ല. കാരണം അമേരിക്കയാണ് മറുവശത്ത്, ഇസ്രായേലാണ് മറുവശത്ത്. എത്ര തിരിച്ചടിക്കാൻ നോക്കിയാലും എത്തില്ല, കൂടില്ല, എത്ര കൂട്ടിയാലും കൂടില്ല എന്ന് അവർക്കറിയാം. അതുമാത്രവുമല്ല, എന്തിനാണ് വെറുതെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയുടെ വെറുപ്പ് സമ്പാദിക്കുന്നതെന്ന് പോലും മറ്റു രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പിന്നിൽ ഒരൊറ്റ ഇസ്ലാമിക രാജ്യങ്ങളും അണിനിരക്കുന്നില്ല. ഇറാന്റെ സമ്പൂർണ്ണമായ അന്ത്യം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.